السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن سهل بن سعد الساعدي رضي الله عنه أن رسول الله صلى الله عليه وسلم أتي بشراب. മഹാനായ സഹ്ൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ തങ്ങൾക്ക് ഉത്തിയ ബി ഷറാബിൻ, ഒരു പാനീയം കൊണ്ടുവരപ്പെട്ടു. അതായത് വെള്ളം കലർത്തപ്പെട്ട പാല് കുടിക്കാൻ വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചാര കൊണ്ടുവരപ്പെട്ടു. ഫശരിബ മിൻഹു, അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് അല്പം കുടിച്ചു. വഅൻ യമീനിഹി ഗുലാമുൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലതുഭാഗത്ത് ഒരു കുട്ടിയുണ്ട്. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ആണെന്ന് പറയപ്പെടുന്നു. വഅൻ യസാരിഹി അൽ അശിയാഖു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടതുഭാഗത്ത് പ്രമുഖരായ പ്രധാനികളായ പല സ്വഹാബികളും ഉണ്ട്. വലിയവരായ ആളുകളുണ്ട്. ഇബ്നു അബ്ബാസ് കുട്ടിയാണ്. ഫഖാല ലിൽ ഗുലാമി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് ചോദിച്ചു, അതഅ്ദനു ലി അൻ ഉഅ്തിയ ഹഉലാഇ, ഞാൻ ഇക്കൂട്ടർക്ക്, ഈ പ്രമുഖരായ ആളുകൾക്ക് ഈ പാനീയത്തിന്റെ ബാക്കി കൊടുക്കാനോ നിങ്ങൾ എനിക്ക് അനുവാദം തരുമോ? ആ അനുവാദം ചോദിക്കാനുള്ള കാരണം എന്താണ്? വലതുകൊണ്ട് തുടങ്ങുക, വലതിനെ മുന്തിക്കുക എന്നൊരു പ്രധാനപ്പെട്ട വിഷയം ഉണ്ട്. അത് സുന്നത്താണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ടത് വലതു ഭാഗം കൊണ്ട് തുടങ്ങുക. അപ്പൊ അങ്ങനെ വലതു ഭാഗം കൊണ്ടാണ് തുടങ്ങേണ്ടത്. സദസ്സിൽ എല്ലാവരും തുല്യമായിട്ട് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവിടെ പിന്നെ വലിയവരെ പരിഗണിക്കുക എന്നുള്ളതുണ്ട്. നേരെ മറിച്ച് വലതുഭാഗത്ത് ചെറിയവരാണോ എന്നാൽ പിന്നെ ഇടതുഭാഗത്ത് വലിയവരാണ് എന്നതുകൊണ്ട് ചെറിയവരെ വിട്ട് വലിയവരിലേക്ക് പോകാൻ പാടില്ല. ചെറിയവർക്കാണ് അവിടെ ഹക്ക്, വലതുഭാഗത്തുള്ളവർക്കാണ് ഹക്ക്. അപ്പൊ അതുകൊണ്ടാണ് ചെറിയ കുട്ടിയായ ഇബ്നു അബ്ബാസ് തങ്ങളോട് നബി തങ്ങൾ ചോദിക്കുന്നത്, ഞാൻ ഇവർക്ക് കൊടുക്കട്ടെ, നിങ്ങൾക്ക് അത് സമ്മതാണോ? കാരണം ഹക്ക് നിങ്ങൾക്കാണ്, അവകാശം നിങ്ങൾക്കാണ്. അപ്പൊ നിങ്ങൾ അവകാശമായതുകൊണ്ട് അത് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കണമല്ലോ. അപ്പോ ഫഖാലൽ ഗുലാമു, കുട്ടി പറഞ്ഞു, ലാ, പറ്റൂല, അങ്ങനെ അനുവാദം നൽകൂല. വല്ലാഹി, അല്ലാഹുവാണ് സത്യം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ലാ ഊസിറു ബിനസ്വീബി മിൻക അഹദൻ, തങ്ങളിൽ നിന്നുള്ള എൻ്റെ ആ വിഹിതം അതുകൊണ്ട് മറ്റൊരാളെ ഞാൻ എന്ത് ചെയ്യൂല, തെരഞ്ഞെടുക്കൂല. തങ്ങൾ കുടിച്ച വെള്ളത്തിന്റെ ബാക്കിയുള്ള വെള്ളമല്ലേ, അതിന്റെ വർക്കത്ത് എനിക്ക് ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് അത് മറ്റൊരാൾക്ക് കൊടുക്കുക എന്നുള്ളത് അത് ദീനീയായ കാര്യങ്ങളിൽ ഈസാറും ബിൽ ഖുറബ് കറാഹത്താണെന്നാണ് പറയാം. ഒരു നമുക്ക് ലഭിക്കേണ്ട, നമുക്ക് സാധിക്കാവുന്ന ഒരു പുണ്യകർമ്മം അത് മറ്റുള്ളവർക്ക് കിട്ടിക്കോട്ടെ എന്ന് ദുനിയാവിന്റെ കാര്യത്തിൽ ചിന്തിക്കൽ നല്ലതാ, ആഖിറത്തിന്റെ കാര്യത്തിൽ നല്ലതല്ല. ഈസാറും ബിൽ ഖുറബ് മൊത്തത്തിൽ കറാഹത്താണ് എന്നാണ് പറയുക. നമുക്ക് ലഭിക്കേണ്ട ഒരു പുണ്യകർമ്മത്തിന് മറ്റൊരാളെ തെരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ സാധാരണ ഉദാഹരണം പറയാറുണ്ട്, ഇമാമിന്റെ നേരെ പിറകിൽ നിൽക്കുക, ഇമാമിന്റെ വലതു ഭാഗത്ത് നിൽക്കുക. അതൊക്കെ ശ്രേഷ്ഠമായ സംഗതി. അപ്പൊ വേറെ ആളെ നിർത്തിക്കണം എന്ന് പറഞ്ഞിട്ട് അതല്ല, പറ്റൂല. അത് ഇങ്ങനെ വേണ്ടത്, അവനെ തന്നെ അവിടെ നിൽക്കുകയാണ് വേണ്ടത്. വിശദീകരണങ്ങളുണ്ട്. അപ്പൊ തങ്ങളെ മിച്ചമുള്ള ഈ ബറക്കത്ത് കൊണ്ട്, എൻ്റെ വിഹിതം കൊണ്ട്, തങ്ങളിൽ നിന്നുള്ള എൻ്റെ വിഹിതം അത് മറ്റൊരാൾക്ക് നൽകാൻ ഞാൻ താല്പര്യപ്പെടുക. അപ്പോ ഫതല്ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ യദിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആ പാനീയം ഇബ്നു അബ്ബാസ് തങ്ങളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. കാരണം ഹക്ക് മുമ്പരിക്കാണ്, വലിയ മാതൃകയാണത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വിഷയത്തിലും മാതൃകയാണ്. തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മളാണെങ്കിൽ കുട്ടിയല്ലേ വെച്ചിട്ട് നമ്മൾ മെയിൻറ്റ് ചെയ്യൂല. നമ്മളോട് കയ്യാറലാണ് അവകാശങ്ങളൊക്കെ, നമ്മളതിന് പോകുന്നവരാ വെച്ചിട്ട്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളൊന്നും വലിയ ആളുകളില്ല. തങ്ങൾ കാണിക്കണ മാതൃക അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ സാധാരണ പറയലുണ്ട്, സദസ്സിൽ അത്ര തേക്കുകയാണെങ്കിൽ, എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ ഒക്കെ വലതുഭാഗം കൊണ്ടാണ് തുടങ്ങേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സുന്നത്തുകളും മഹിതമായ സ്വഭാവങ്ങളും ജീവിതത്തിൽ പകർത്താൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. അതുവഴി നമ്മുടെ രണ്ട് ലോകവും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.